ഇല്ല, അവിടെ ഒരു മീൻ അടിക്കുന്നുണ്ട്. നിങ്ങൾ കയറി കഴിയാനുള്ളൂ. സ്റ്റെബിലിറ്റി ഇല്ലാത്ത വെള്ളമായതുകൊണ്ട് നമുക്ക് നിന്ന് മര്യാദയ്ക്ക് ഹുക്ക് കൊടുക്കാൻ പറ്റില്ല. വലിയ മീനൊക്കെ ഹൈമച്ചപ്പര പുതിയുള്ള സ്ഥലം. ഇത് നമ്മൾ നല്ല കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. നമ്മൾ ഈ തൊട്ട് പുറകെ കാണുന്ന ഒരു പുഴയിൽ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വന്നേക്കണത്. അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. എല്ലാം കുഴപ്പമില്ല. നമുക്കിതിപ്പോൾ ഏകദേശം സമയം ഒരു 8 മണിയായി കാണും. നമ്മൾ മാക്സിമം കൂടുന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ നല്ല കാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മളിതിന്ന് ഉപയോഗിച്ചാണ് ഫ്രോഗ് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഐറ്റം. നമ്മുടെ റിയൽ വയറിൻ്റെ പൂക്കി എന്ന് പറഞ്ഞ ഫ്രോഗ് കേട്ടോ. നല്ല കലക്കൻ റിസൾട്ടുള്ള ഫ്രോഗ്, നല്ല സൂപ്പർ കുക്കപ്രോഷയിൽ വന്നേക്കണത്. എന്നാലും എൻ്റെ പ്രത്യേകിച്ച് ഇതിൽ എടുത്തൊന്നും പറയാനില്ല. വരാലടിക്കാൻ വേണ്ടി ബെസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ കേട്ടോ. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ്. നമുക്ക് എന്തായാലും ഇനി വരും കാലത്ത് മഴയാണ് വന്നത്. അപ്പോൾ എന്തായാലും ആ മഴ കഴിഞ്ഞിട്ട് ഇതേൻ്റെ ഇവനെ അങ്ങ് എടുത്ത് കയറുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചവർ പോലും മീൻ എന്തെങ്കിലും കയറും. അതിൽ 100% ഉറപ്പായിട്ടുള്ള ഗ്യാരണ്ടി തന്നേക്കുക. പിന്നെ എല്ലാ ഫ്രോഗിലും പറയണ പോലെ തന്നെ ഇതിൽ ഡ്യൂവൽ സ്പിന്നർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ലിറ്ററിങ് വന്നിട്ടുണ്ട്, ഒരു സിവിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ നല്ല ക്വാളിറ്റിയുള്ള സിവിലാണ് വന്നേക്കണത്. ഹുക്കൊക്കെ നല്ല VMCയുടെ ഹുക്ക്, നല്ല ഷാർപ്പ് ഹുക്കായിട്ടല്ല വന്നേക്കണത്. പക്ക ഷാർപ്പാണ് വന്നേക്കണത്. വലിയ മീൻ അടിച്ചാലും ചെറിയ മീൻ അടിച്ചാലും വളഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി ഹുക്കായാലും. പിന്നെ എന്തായാലും നമ്മൾ ഈ ഒരു ഫ്രോഗ് വെച്ച് നമ്മൾ മീൻ പിടിക്കാൻ പോകട്ടോ. ഇതിൻ്റെ വെയിറ്റ് വന്നേക്കണേ 7 ഗ്രാം വെയിറ്റും അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ ലെങ്ത് തൊട്ടാണ് വന്നേക്കണത്. അപ്പോൾ നമ്മൾ ഇത് വെച്ചാൽ മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യട്ടെന്ന്. നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകട്ടോ. അതെ, നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ തൊട്ടപ്പുറമാണ് അത് പുഴയിലാണ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഒറ്റയ്ക്കേ ഉള്ളൂ. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരന് അനസ് വരും. അങ്ങനെ അത്യാവശ്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ നമുക്ക് വന്നിട്ട് ഒരു 3-4 സ്ട്രൈക്കെല്ലാം കിട്ടിയതായിരുന്നു. അപ്പോൾ അതൊന്ന് വന്നതിൻ്റെ കാരണം എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഭയങ്കരമായിട്ട് ഉപ്പുവെള്ളമൊക്കെ ഇങ്ങനെ കയറി ആകെ മൊത്തം ചമ്പായി കിടക്കുമായിരുന്നു. വെള്ളമൊക്കെ വളരെ മോശമായിരുന്നു. ഇല്ല, അവിടെയൊക്കെ ഒരു മീൻ അടിക്കുന്നുണ്ട്. നമുക്ക് പതുക്കെ ഇവിടെ നിന്നൊക്കെ ഒന്ന് കാസ്റ്റ് നോക്കാം. നമ്മൾ ഇതിന് റിയൽ വയറിൻ്റെ പൂക്കി എന്ന് പറഞ്ഞ കേട്ടോ. സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് എന്തായാലും പതുക്കെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ തുടങ്ങും കേട്ടോ. വെള്ളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, കറുത്ത് കരിക്കട്ട പോലെ വെള്ളമുണ്ട്. പൂക്കിലൊരു വരാലെടുക്കുന്നുണ്ടോ?
പൂക്കി ഫ്രോഗ് അടിപൊളി ഹുക്കാട്ടോ അങ്ങനെ പൂക്കി. പൂക്കി ഒരാ അത്യാവശ്യം കുഴപ്പമില്ല. ഒരു 400 ഗ്രാമൊക്കെ ഉണ്ടാവണം. ഒരാൾ ഉരുണ്ട വേണം കേട്ടോ. പൂക്കിയിൽ അടുത്തൊരു ഒരാൾ വരുന്നു കേട്ടോ. പൂക്കിയിലെ രണ്ടാമത്തെ ഒരാൾ നല്ല കാലൊക്കെ ഹുക്കാട്ടോ, ഒന്നും പറയാനില്ല. പെട്ട ഹുക്ക മാരകൈറ്റം. ഇടങ്ങിയ ഹുക്കാലോ. പൂക്കി ചോരെ കുളിച്ച് അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് സ്റ്റെപ്പ് കിട്ടിയ സെയിം ഒരാളുടെ 400 ഗ്രാം. എടുത്തില്ല, ഷേക്ക് കിട്ടിയാണ്. ഒരാളിനൊരു ഷേക്ക് കിട്ടിയിട്ടുണ്ട്, എടുത്തില്ല. പക്ഷെ നമുക്ക് ആ വള്ളം കിട്ടിയിട്ടുണ്ട്. അച്ചേച്ചോട് കൊണ്ടിട്ട് അത് കുഴപ്പമില്ല. അത്യാവശ്യം നമ്മൾ എടുക്കാറുള്ള കാരണം വിഷയമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തിട്ട് പോവാം. അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ വിളിച്ചിട്ട് തന്നെ എടുത്തില്ല. ഈ പുള്ളിയോടൊന്ന് സംസാരിക്കാൻ പറയാറുണ്ട്. കുഴപ്പമൊന്നുമില്ല, എടുക്കണതിന് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റെബിലിറ്റി ഉള്ള വള്ളമാണത്. ഇരുന്നൊക്കെയാണ് പോകാൻ പറ്റുള്ളൂ. അതൊക്കെ ഒന്ന് പോയിട്ട് വരാം. അതല്ല ഉള്ളൂ. നിങ്ങൾ കയറി ചെയ്യാനുള്ളൂ. അടുത്തൊരു കാലം എന്നുണ്ട്. വലിയ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊന്നുമില്ല. അടുത്തൊരു ഒരാൾ കയറിയിട്ടോ. ഞങ്ങളോട് പോകണം. താഴത്തെട്ടാണത്. പോകണം, പൂക്കട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ അടുക്കും. ധാരാളം ആവശ്യമുണ്ട്. പൂക്കി അടിപൊളി നാളോ, രക്ഷയില്ല. അടിക്കണ മീൻ മൊത്തം കയറുന്നുണ്ട്. അത്ര വലിയ സ്റ്റെബിലിറ്റി ഇല്ലാത്ത വള്ളമായതുകൊണ്ട് നമുക്ക് നിന്ന് മര്യാദയ്ക്ക് ഹുക്ക് കൊടുക്കാൻ പറ്റില്ല. വലിയ മീനൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ചെറിയ മീനുകളായതുകൊണ്ടാണ് ഒന്ന് പിടിച്ചേ വെള്ളം. വലിയ മീനുകളെ നമുക്ക് ഒന്ന് ഒതുക്കിയിട്ടിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അടി വന്നു കഴിഞ്ഞാൽ പാടാ. ഈ നടുക്ക് കുറച്ച് കളങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കയറ്റി വരികയാണെങ്കിൽ എല്ലാം അടിക്കുന്നു തോന്നണം.
ഇതിലേക്ക് അവിടെ നിന്നൊരു വരാതെ മനസ്സ് ഇല്ല. മൊത്തം വരാൽ മാത്രമേ ഉള്ളൂ. ചേർന്നൊന്നുമില്ല. വരാൽ കണ്ട എന്തായാലും അവിടെ അടിക്കുന്ന ഉറപ്പത് വെയിൽ. ചേറൻ നല്ല കിട്ടുകൻ ചേറൻ. ദാഹിച്ച് ലൂസായിരുന്നു കേട്ടോ. കാലൊക്കെ നമുക്കൊരു ചേറും കയറിയുണ്ട് കേട്ടോ. ആദ്യം അടിച്ചത് വരാലായിരുന്നു. രണ്ടാമത് അടിച്ചതിലേക്ക് ചെറിയ ചേറും കയറി അടിച്ചു. കിട്ടുക്കും പോവാട്ടോ, രക്ഷയില്ലാതെ പോവാ. നാളെ കേട്ടോ. വരാറടിക്കണം, ചേർന്ന് അടിക്കണം, അടിപൊളി സാധനം. വെള്ളം കിട്ടും. നമ്മൾ പൂക്കിയിലെ അടുത്തെറിഞ്ഞാട്ടോ. റെയിൽവാര പൂക്കായിരുന്നു. സൂപ്പറായിട്ട് പൂക്ക് കയറുന്നുണ്ട്. ഇതൊക്കെ കൊല്ലിയിലേക്ക് വെക്കാം. അടുത്ത സ്ഥലത്ത് പോകാം. അത് നമുക്ക് കൂടുതൽ ഇങ്ങനെ കറങ്ങി വരാം. അടുക്ക് കളങ്ങളുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല.